സിലബസ് എത്രയോ കാലമായിട്ട് മറ്റു പല പരീക്ഷകൾക്ക് വേണ്ടി പഠിച്ചവരുണ്ടാവില്ലേ? പലതവണ പ്രിലിംസ് പാസ്സായി മെയിൻസിന് മാത്രം പൊട്ടിയവരുണ്ടാവില്ലേ? അപ്പോൾ ഇവരോടൊക്കെ മത്സരിക്കുമ്പോൾ നമുക്ക് അവരെ കടത്തി വെട്ടണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ പഠിക്കണം. ഹായ്, അപ്പം 10th ലെവൽ പരീക്ഷകൾ നോക്കുന്ന ആളുകൾക്ക് പലർക്കും ഒരു വിഷമാണ്. എന്താണ് LDC കഴിഞ്ഞോടുകൂടി ഇനിയിപ്പോൾ എന്താ നോക്കുക? VFA ജില്ലാതലമാണ്, വളരെ കുറച്ച് ഒഴിവല്ലേ ഉണ്ടാവുള്ളൂ. ബെവ്കോ ഓൾറെഡി സ്റ്റേറ്റ് വൈഡ് ആണ്. അതാണെങ്കിൽ അതിൻ്റെ സ്ഥിതി എങ്ങനെയാണ്? അതിൽ ഫ്രഷ് വേക്കൻസി വളരെ കുറവേ വന്നിട്ടുള്ളൂ. അപ്പോൾ ആ ടെൻഷനൊക്കെയാണ് പലരെയും സംബന്ധിച്ച്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളൊരു പരീക്ഷ 10th ലെവൽ ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഏത് ലെവൽ പരീക്ഷയ്ക്കാണോ നിങ്ങൾ പഠിക്കുന്നത് ആ ഒരു പരീക്ഷയുടെ ആ ഒരു രീതിയിൽ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇതിനിടയിൽ വരുന്ന നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ആ പരീക്ഷകളൊക്കെ എഴുതുക. അതിൽ ഏതിലാണ് നിങ്ങൾക്ക് ടോപ്പ് റാങ്ക് വരുന്നത്, ഏതിലാണ് നിങ്ങൾക്ക് അഡ്വൈസ് കിട്ടുന്നത് പറയാൻ പറ്റില്ല. നമുക്ക് മികച്ച റാങ്ക് കിട്ടുന്നത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷ കൊണ്ടിരിക്കുന്ന ആ പരീക്ഷയിലാവണമെന്നില്ല. ആ പരീക്ഷയിൽ തന്നെ അത് കിട്ടണമെങ്കിൽ അതിന് മുമ്പേ നിങ്ങൾ ശ്രമം നടത്തി മറ്റു പല പരീക്ഷകളും എഴുതി കഴിവ് തെളിയിച്ചിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ വരുന്ന സമയത്ത് ടോപ്പ് റാങ്ക് നേടാൻ പറ്റൂ. ചില ആളുകൾ അങ്ങനെയാണ്. ഇനിയിപ്പോൾ LDC വരുമ്പോൾ പഠിക്കാം, ആ LDC പിടിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ആ LDCൻ്റെ സമയത്ത് പഠനം തുടങ്ങുമ്പോൾ ഇവിടെ VFAയ്ക്കും ബെവ്കോ LDക്കും വേണ്ടി പഠിച്ച് തയമ്പിച്ച് കിടക്കുന്ന ആളുകളുണ്ട്. അവർ കുറേ പേര് ആദ്യ റാങ്ക് കരസ്ഥമാക്കി ജോലി നേടിപ്പോവും. അതിനുവേണ്ടി പരിശ്രമിച്ച് റാങ്ക് ലിസ്റ്റിന് പിറകിലോ ജസ്റ്റ് പുറത്തോ ആയ ആളുകളായിരിക്കും. പിന്നെ അവിടെ LDൻ്റെ സമയത്ത് അവർക്കാണ് അഡ്വാൻറ്റേജ് കിട്ടുക. കാരണം ഇപ്പോഴേ പഠനം തുടങ്ങി സെറ്റായിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങളൊരു PSC നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനിറങ്ങി തിരിച്ച് അന്ന് മുതൽ പഠിച്ചോളൂ എന്നുള്ളതാണ്. അല്ലാതെ വേക്കൻസിയുടെ എണ്ണം നോക്കിയിട്ടതാ ഏതാ നോട്ടിഫിക്കേഷൻ വരുന്നു, അതിൽ എന്താ എത്ര വേക്കൻസി ഉണ്ട്, അതിലാകെ 10 വേക്കൻസി അല്ലേ ഉള്ളൂ. 10 വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഡൗൺ ആയി. അങ്ങനെയല്ല വേണ്ടത്. കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് LDC എഴുതാൻ പറ്റുമോ? കാരണം LDC വരുന്ന സമയത്ത് എന്താ പറയുക, പ്രതീക്ഷിത ഒഴിവുകൾ എന്നാ, ഓരോ ജില്ലയിലും വരാൻ പോകുന്ന ഒഴിവുകൾ എന്നാ. അപ്പോൾ അങ്ങനെ നോക്കണ്ട. പ്രതീക്ഷിത ഒഴിവുകളെന്നോ ഒഴിവുകളുടെ എണ്ണോ 1 ആണോ 10 ആണോ അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിർബന്ധമായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോകുക എന്നുള്ളതാണ്. ഇനി VFA ബെവ്കോ LDയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുറേ സംശയങ്ങളുണ്ട്. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനൊക്കെ ഞാൻ തരാം. എന്താണ് അതിൻ്റെ സ്ഥിതി, ഇത് പഠിച്ചിട്ട് കാര്യമുണ്ടോ, ഇതിന് എത്രത്തോളം നിയമന സാധ്യതയുണ്ട്, എന്തൊക്കെയാണ് സ്ഥിതി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നോട്ടിഫിക്കേഷനുകൾ ഇതാ വരാൻ പോവുകയാണ്. ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരും. ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പരീക്ഷയൊക്കെ ഏത് സമയത്ത് ഉണ്ടാവും, എപ്പോഴായിരിക്കും പ്രിലിംസ്, എപ്പോഴായിരിക്കും മെയിൻസ്, ഏകദേശം എത്രത്തോളം ആളുകൾക്ക് നിയമനം കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ റിക്രൂട്ട്മെന്റ് 368/2021 എന്നുള്ള രീതി 2021 നോട്ടിഫിക്കേഷൻ വന്നത്. അതേപോലെ തന്നെ ബെവ്കോ LDCയും 558/2021 എന്നുള്ള രീതിയിൽ ആ ഒരു സമയത്താണ് ആ നോട്ടിഫിക്കേഷൻ വന്നത്. അതിൻ്റെ പ്രിലിംസ് രണ്ടിനെയും കൂടി ഒരുമിച്ചായിരുന്നു പ്രിലിംസ്. ഇത്തവണയും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് VFAയ്ക്ക് പ്രിലിംസ് ഉണ്ടാവും. ജില്ലാതല പരീക്ഷയായിട്ട് അതിൻ്റെ ഒരു ഇത് ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ജില്ലാതല പരീക്ഷയാണെങ്കിൽ VFA എന്ത് ചെയ്യാൻ പറ്റും, 2-3 ജില്ലകളൊക്കെ ആയിട്ട് നടത്താൻ പറ്റും. ഓക്കെ, ബെവ്കോ LDC സ്റ്റേറ്റ് വൈഡ് ആണ്, കൂടുതൽ അപേക്ഷകരുണ്ടാവുകൊണ്ട് എന്ത് തന്നെയായിരിക്കും പ്രിലിംസ് വേണം. അപ്പോൾ ഇത് രണ്ടിനും കൂടി ഒരു പ്രിലിംസ് ആയിരിക്കുമോ ഇത്തവണ, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നിന് മാത്രമാണോ പ്രിലിംസ് ഉണ്ടാവുന്നതെന്നുള്ളത് കുറച്ച് അങ്ങോട്ട് ഞാൻ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കോ, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യ സ്ഥിതി ഇതായിരുന്നു. രണ്ടിനും കൂടെ ഒരുമിച്ച് പ്രിലിംസ് നടന്നു. നോട്ടിഫിക്കേഷൻ ഏകദേശം ഒരേ സമയത്ത് വന്നു. അതുകൊണ്ട് തന്നെ എന്ത് നടന്നു, പ്രിലിംസ് നടന്നു. ആ ഒരു 2022 മെയ് മാസം 15-ന്, പിന്നെ ജൂൺ 11-ന്, ജൂൺ 19-ന്, ജൂലൈ 2-ന്, ഇങ്ങനെ എത്ര ഘട്ടമായിട്ട്, 5 ഘട്ടമായിട്ട് 10th പ്രിലിംസ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് മെയിൻസിന് വേണ്ടിയിട്ടുള്ള ആളുകളെ എന്ത് ചെയ്തത്, സ്ക്രീൻ ചെയ്തെടുത്തത്. അങ്ങനെയുള്ള മെയിൻസ് എപ്പോൾ നടന്നു, VFAയുടെ മെയിൻസ് 2023 22 മെയ് ജൂൺ മാസങ്ങളിൽ, ജൂലൈ മാസങ്ങളിൽ നടന്നു. അടുത്ത 2023 മെയ് മാസത്തിലായിരുന്നു ഇതിൻ്റെ VFAയുടെ മെയിൻ എക്സാം. അതേപോലെ ബെവ്കോ LDയുടെ മെയിൻ എക്സാം 2023 മെയ് 6-നുമായിരുന്നു. ഓക്കെ, മെയ് 6-നും മെയ് 11-നും ഏകദേശം പ്രിലിംസ് ഒരുമിച്ച് നടന്നു. അതിനുശേഷം മെയിൻസ് രണ്ടിൻ്റെയും ഏകദേശം മെയ് മാസത്തിൽ തന്നെ നടന്നു. ആ രീതിയിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ സ്ഥിതി. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഓരോന്നിൻ്റെ ലിസ്റ്റ് വന്നത് എപ്പോൾ, ഏതുവരെ കാലാവധി ഉണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന് പ്രിലിംസ് ഉണ്ടാവും, മെയിൻസ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ക്ലിയർ ആയിക്കോളും. ഇനി ഫസ്റ്റ് നമുക്ക് ബെവ്കോ LDC എടുക്കുകയാണെങ്കിൽ ബെവ്കോ LDCയുടെ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് മാർക്ക് അന്ന് 80.33 ആയിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സ്റ്റേറ്റ് വൈഡ് എക്സാം 80.33. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല 2-3 മാസത്തെ, 3-4 കൂട്ടിക്കോ. ഡിസംബറിൽ വന്നാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, അതിനുശേഷം എക്സാം ഉണ്ടാവാം. ഏപ്രിൽ, മെയ്, ജൂൺ എക്സാം ഉണ്ടാവാം. ഇലക്ഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ മെയ്യിലായിരിക്കും ഉണ്ടാവുക. ഏപ്രിൽ ശേഷം അങ്ങോട്ടേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഇത്രയും കട്ട് ഓഫ് മാർക്ക് വരുന്ന ഒരു പരീക്ഷയിൽ വെറും 3-4 മാസം കൊണ്ട് ഈ വിശാലമായ സിലബസ് നല്ല കൃത്യമായിട്ട് തീർക്കാൻ പറ്റും. സിലബസ് തീർക്കാൻ പറ്റും. പക്ഷേ ഈ സിലബസ് പലതവണ തീർത്തവരുണ്ടാവില്ലേ? ഈ സിലബസ് എത്രയോ കാലമായിട്ട് മറ്റു പല പരീക്ഷകൾക്ക് വേണ്ടി പഠിച്ചവരുണ്ടാവില്ലേ? പലതവണ പ്രിലിംസ് പാസ്സായി മെയിൻസിന് മാത്രം പൊട്ടിയവരുണ്ടാവില്ലേ? അപ്പോൾ ഇവരോടൊക്കെ മത്സരിക്കുമ്പോൾ നമുക്ക് അവരെ
കടത്തി വെട്ടണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ പഠിക്കണം. അത് നിർബന്ധമാണ്. ഞാൻ നിങ്ങൾ ഈ ബാച്ചിൽ വരാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. ഇപ്പം എൻ്റെ ബാച്ച് തുടങ്ങുന്നുണ്ട്, അപ്പോൾ അതിൽ കയറാൻ വേണ്ടിയിട്ടാണ് സാർ ഇങ്ങനെ പറയുന്നത് വിചാരിക്കേണ്ടത്. നിങ്ങൾ ബാച്ചിൽ വരണ്ടെന്നേ, നിങ്ങൾ വീട്ടിലിരുന്ന് പഠിച്ചോ. വീട്ടിലിരുന്ന് പഠിക്കുകയാണെങ്കിലും എവിടെ ഇരുന്ന് പഠിക്കുകയാണെങ്കിലും, നിങ്ങൾ ഓഫ്ലൈൻ സ്ഥാപനത്തിൽ പോയിട്ട് പഠിക്കുകയാണെങ്കിലും വീട്ടിലിരുന്ന് പഠിക്കുകയാണെങ്കിലും എൻട്രിയിൽ വന്നിട്ട് പഠിക്കുകയാണെങ്കിലും ഇപ്പോഴേ തുടങ്ങുക. ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് പഠിച്ചു പോവുക. അത് ഇപ്പോഴേ ഇറങ്ങി തിരിച്ച് മുന്നോട്ട് പോയിക്കോളുക. അതാണ് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്. ഇനി മെയിൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 76.67 മാർക്കായിരുന്നു അന്ന് മെയിൻസിൻ്റെ കട്ട് ഓഫ് ബെഫ്കോ LDCയുടെ. അതിൻ്റെ മെയിൻ ലിസ്റ്റിലുള്ളത്, റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിലുള്ളത് 1619 പേരാണ്. അതായത് 76.67 അതിന് മുകളിലും മാർക്ക് നേടിയവർ 1619 പേര് ആ റാങ്ക് ലിസ്റ്റിലുണ്ട്. ഓക്കെ, റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2024 ഫെബ്രുവരി 6-നാണ്. അപ്പോൾ 2027 അല്ലേ, ഫെബ്രുവരി 5 വരെ ഇതിനെന്തുണ്ട്, കാലാവധിയുണ്ട്. അടുത്ത 2027 ഫെബ്രുവരി 6-ന് പുതിയ റാങ്ക് ലിസ്റ്റ് വരേണ്ടതുണ്ട്. 2027 ഫെബ്രുവരിയിൽ, 2027 2-ാം മാസത്തിൽ അല്ലേ 6-ാം തീയതി പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അപ്പോൾ ആദ്യ റാങ്കുകളാണെങ്കിൽ അതിനുശേഷം അങ്ങോട്ടേക്ക് നിയമനം പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടോട്ടൽ അഡ്വൈസ് ഇതുവരെ ആയത് 249 ഇവിടെ 248 ഓൾറെഡി NJD ആണെന്നുള്ള കാര്യം മറച്ചു വെക്കുന്നില്ല. ഒരു ഒഴിവ് മാത്രമാണ് ഫ്രഷ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തത്. ഇത് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. എന്തുകൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ, അതിൻ്റെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. LGSനായിട്ട് വെച്ചിട്ട് എന്താണ് നടത്തുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു സമരവും കാര്യങ്ങളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടതാണ്. നിങ്ങൾ നടത്തുകയാണെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നും അതിൻ്റെതായ സഹായങ്ങൾ ഞങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഞങ്ങൾ അധ്യാപകരുടെ സപ്പോർട്ടൊക്കെ അതിനുണ്ടാവും. അപ്പോൾ 249 നിയമനങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ. ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇത്രയും ആളുകളുടെ ഇത്രയും പേർക്ക് നിയമനം നടക്കുന്നുണ്ട്. അത് മുൻകാലങ്ങളിൽ അഡ്വൈസ് ആയിട്ട് NJD ആയിട്ടുള്ള ഒഴിവുകളിലേക്കുള്ളതാണ്. ഓക്കെ, ഇനി VFAയുടെ സ്ഥിതി അതല്ല. VFA സാധാരണ രീതിയിൽ എങ്ങനെയാണോ നടക്കുന്ന ആ രീതിയിൽ തന്നെ എല്ലാ ജില്ലകളിലും നിയമനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. VFAയുടെ റാങ്ക് ലിസ്റ്റ് ഓരോ ജില്ലകളിലും വന്നത് പല ഡേറ്റിനാണ്. അതായത് നമ്മുടെ പരീക്ഷ കഴിഞ്ഞിട്ട് മെയിൻ എക്സാം കഴിഞ്ഞിട്ട് 2023 നവംബർ മാസം 13-ന് വന്നിട്ടുണ്ട്. പിന്നെ ഡിസംബറിൽ വന്നിട്ടുണ്ട്, ജനുവരിയിൽ വന്നിട്ടുണ്ട്, ഫെബ്രുവരിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ ജില്ലകളായിട്ട് പല ഘട്ടങ്ങളിലായിട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ്. ഓക്കെ, അപ്പോൾ വയനാട് ജില്ല 13/11/2023 നിലവിൽ വന്ന്. അപ്പോൾ 2023 നവംബർ 12 നിലവിൽ വന്നു, നവംബർ 13 നിലവിൽ വന്നു. അപ്പോൾ 2026 നവംബർ 12-ന് കഴിയും. അപ്പോൾ 2026 നവംബർ 13-ലേക്ക് പുതിയ ലിസ്റ്റ് വരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 2026 അടുത്ത് വരാൻ പോവല്ലേ. അപ്പോൾ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ അടുത്ത നവംബർ ആകുമ്പോഴേക്കും ലിസ്റ്റ് വരണം. അപ്പോൾ അവിടെ ഒരു പ്രിലിംസിന് സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് വയനാട്ടിലെ സ്ഥിതി. 69.33 ആയിരുന്നു കട്ട് ഓഫ് മാർക്ക്. നിയമനം അവിടെ സ്വാഭാവികമായിട്ടും കുറവാണ് ഉണ്ടാവാറുള്ളത്. അതേപോലെ തന്നെ ഇപ്രാവശ്യം 25 എത്തിയിട്ടുള്ളൂ. ആലപ്പുഴ അതേപോലെ തന്നെ 22/11-നാണ് ലിസ്റ്റ് വന്നത്. നവംബർ മാസം തന്നെ വന്നു. 70.67 കട്ട് ഓഫ്, 82 നിയമനങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ. പത്തനംതിട്ടയിൽ അതേപോലെ തന്നെ അടുത്ത മാസം, അതായത് ഡിസംബറിലാണ് ലിസ്റ്റ് വന്നത്. 70.67-നാണ് അവിടെയും കട്ട് ഓഫ്. നിയമനം 66 ആണ്. അപ്പോൾ ജില്ലാതല പരീക്ഷകളിലെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഈ ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല നിലവാരമുള്ള പരീക്ഷയൊക്കെ തന്നെയായിരുന്നു. എന്നിട്ടും കട്ട് ഓഫ് എന്ത് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല ഉയർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ലിസ്റ്റാണല്ലോ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇറങ്ങി തിരിച്ച് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളൊരു പരീക്ഷയ്ക്ക്, ഒരു സർക്കാർ ജോലി എയിം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ചെയ്യേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ അത് വരുന്ന സമയത്ത് മാത്രം പഠിക്കുന്നവർക്ക് ഇപ്പം അത് കിട്ടാറില്ല. അത് മനസ്സിലാക്കുക നിങ്ങൾ. അങ്ങനെയുള്ള സീസണൽ PSC ഉദ്യോഗാർത്ഥികൾ കിട്ടുന്നില്ല. PSC ആസ്പിറന്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇറങ്ങിത്തിരിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് 1.5 വർഷം അങ്ങോട്ട് ഇതിന് മെനക്കെടുന്നു. അതിനിടയിൽ എല്ലാ പരീക്ഷകളും എഴുതുന്നു. അവരാഗ്രഹിച്ച എല്ലാ പരീക്ഷകളുടെയും, എല്ലാ എഴുതിയ പരീക്ഷകളുടെയും ലിസ്റ്റിൽ വരുന്നു, ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുന്നു. ഇതാണ് സംഗതി. അതുകൊണ്ടാണ് നിങ്ങൾ കിട്ടിയവർ എന്നെ എല്ലാം കിട്ടുന്നതെന്ന് പറയുന്ന കാരണം ഇതാ. നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ റീൽസ് കണ്ടില്ലേ, കിട്ടിയ ആൾക്കാർക്ക് തന്നെയാണ് കൂടുതലും കിട്ടുക. സംഭവം ഇതാണ്. അങ്ങനെ ഇറങ്ങി തിരിച്ച് അങ്ങനെ പഠിക്കുന്നവരെ കിട്ടുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒന്ന് മാത്രം ശ്രമിക്കുന്ന ആൾക്ക് അത് കിട്ടാത്ത അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ എന്താണ്, ആ ഒന്ന് മാത്രം ഇപ്പോൾ വരാൻ പോകുന്ന LDC അത് മാത്രം എയിം ചെയ്തുകൊണ്ട് ഇപ്പോഴേ LDCക്ക് വേണ്ടി നോക്കി കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നവൻ അത് കിട്ടും. അതുപോലെ അല്ലല്ലോ മറ്റത്. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അത് മാത്രം നോക്കുന്നവൻ അതിൻ്റെ ലിസ്റ്റിൽ എവിടെയെങ്കിലും ചിലപ്പം പെടുമായിരിക്കും, പിറകിലോ എവിടെയെങ്കിലും ചിലപ്പോൾ ലിസ്റ്റിലേ പെടാത്ത അവസ്ഥ വരും. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ശ്രമം അതാണ് വേണ്ടത്. ദെൻ തൃശ്ശൂർ കാര്യം നോക്കുകയാണെങ്കിൽ ഡിസംബർ മാസം തന്നെ ലിസ്റ്റ് വന്നു. 72.67 ആയിരുന്നു കട്ട് ഓഫ്. 198 നിയമനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് കേട്ടോ. കോഴിക്കോട് ജില്ലയിൽ ഡിസംബറിൽ മാസം തന്നെ ലിസ്റ്റ് വന്നു. നല്ല ഉയർന്ന കട്ട് ഓഫ് ആയിരുന്നു. ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് കോഴിക്കോട് 74.67 ആയിരുന്നു. 98 നിയമനങ്ങൾ ഓൾറെഡി നടന്നിട്ടുണ്ട്. ദെൻ എറണാകുളം ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് 72 ആയിരുന്നു. ഡിസംബറിൽ തന്നെയാണ് ലിസ്റ്റ് വന്നത്. 166 നിയമനങ്ങൾ എറണാകുളത്ത് നടന്നിട്ടുണ്ട്. ദെൻ കാസർഗോഡ് ജില്ലയിൽ
ജനുവരിയിലാണ്, അടുത്ത ജനുവരി 2024 ജനുവരിയിലാണ്. അപ്പോൾ 2027 ജനുവരി വരെ അവിടെ കാലാവധിയുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നവംബർ, ഡിസംബർ, ജനുവരി അല്ലേ, അങ്ങനെയാണ് കാലാവധി വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യ റാങ്ക് ലിസ്റ്റ് വരണം. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചല്ലേ പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും മിക്കവാറും ഇതിന് ഇത്തവണ സെപ്പറേറ്റ് നടത്തേണ്ടി വരും. ബെഫ്കോ LDയുടെ കൂടെ തന്നെ ഒരു പ്രിലിംസ് നടത്താൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സെപ്പറേറ്റ് എക്സാമായിട്ട്, ഒറ്റ എക്സാമായിട്ട് നടത്താനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. 70.67 ആണ്. 63 നിയമനങ്ങളാണ് കാസർഗോഡ് ജില്ലയിൽ നടന്നിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ അതേപോലെ തന്നെ ജനുവരി ലിസ്റ്റ് വന്നു, 72 കട്ട് ഓഫ്, 155 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. പാലക്കാട് 71.67, 161 നിയമനങ്ങൾ ഇതുവരെ നടന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഇതിൻ്റെയൊക്കെ കാലാവധി 3 വർഷമാണ്. അപ്പോൾ ആ സമയം വരെ കാലാവധി ഉണ്ട് ഓരോന്നിനും. 27 ജനുവരി 4 വരെ കാലാവധിയുണ്ട്, ജനുവരി 3 വരെ കാലാവധിയുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നിയമനം കുറച്ചുകൂടെ കൂടും. ദെൻ കോട്ടയത്ത് അതേപോലെ തന്നെ ജനുവരി ലിസ്റ്റ് വന്നു, 71.33 ആയിരുന്നു കട്ട് ഓഫ്, 105 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. ദെൻ കൊല്ലം ജില്ലയിൽ ജനുവരി 9 വന്നു, 74 കട്ട് ഓഫ്, 98 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ അതേപോലെ തന്നെ ജനുവരി ലിസ്റ്റ് വന്നു, 74 കട്ട് ഓഫ്, 149 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. ദെൻ ഇടുക്കി ജില്ലയിൽ ജനുവരിയിൽ തന്നെ, ജനുവരി അവസാനത്തോടു കൂടിയാണ് വന്നത്, 68 കട്ട് ഓഫ്, 55 നിയമനങ്ങൾ നടന്നു. ദെൻ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും അവസാനം ഫെബ്രുവരിയിലാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അതായത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതിൻ്റെ മുറയ്ക്ക് വരുന്നതാണ്. അപ്പോൾ 22/2/24 74 മാർക്കായിരുന്നു അവിടെ കട്ട് ഓഫ് മാർക്ക്. 164 നിയമനങ്ങൾ ഓൾറെഡി ഇപ്പോൾ തന്നെ നടന്നിട്ടുണ്ട്. അങ്ങനെ 14 ജില്ലകളും പരിഗണിക്കുമ്പോൾ 1585 നിയമനങ്ങൾ ആണ് മൊത്തത്തിൽ നടന്നിട്ടുള്ളത്. ഓക്കെ, 14 ജില്ലയിൽ 100 വീതം കൂട്ടാണ് 1400, അതിലും കൂടുതൽ നടന്നിട്ടുണ്ട്. ശരാശരി നോക്കുമ്പോൾ 100ന് മുകളിലേക്ക് കയറിയിട്ടുണ്ട് അല്ലേ. യെസ്, അപ്പോൾ ആ രീതിയിലാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ നിയമനം. 10ാം ക്ലാസ് ആണ് ഇപ്പോൾ യോഗ്യത. പണ്ട് 7ാം ക്ലാസ് ആയിരുന്നു, വില്ലേജ് മാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അന്ന്. പിന്നീട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആക്കി 10ാം ക്ലാസ് യോഗ്യതയായി. അതിനനുസരിച്ച് സർവീസിലും കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു കുഴപ്പമില്ലാത്തൊരു ജോലിയായിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളൊരു പ്രാധാന്യം കൂടെയുണ്ട്. റവന്യൂവിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു അത്യാവശ്യം അന്തസ്സായിട്ട് കാണുന്ന ആളുകൾ തന്നെയാണ്. കാരണം അവരുടെ ജോലി സ്വഭാവത്തിന് അങ്ങനെ പ്രത്യേകതയുണ്ട്. അതായത് ഈ ഇലക്ഷൻ്റെ ടൈമിലൊക്കെ റവന്യൂക്കാർക്കൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. VFA അതേപോലെ തന്നെ നമുക്കറിയാമല്ലോ, റവന്യൂ പണ്ടായിരുന്നെങ്കിൽ ഓഫീസ് തന്നെ കയറി ഇറങ്ങുമായിരുന്നു. ഇപ്പോൾ പിന്നെ അക്ഷയ മുഖേനയാണ്. അതുകൊണ്ടാണ് പൊതുവെ പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും സാധാരണ നമ്മുടെ നാട് ആൾക്കാർക്കിടയിൽ അത്രയധികം അവരിടപെടുന്ന ഓഫീസുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്യോഗാർത്ഥികൾക്കും ആളുകളായിട്ട് ഇടപെടണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്, എന്നെ കൊണ്ട് എന്തെങ്കിലും ആകുന്നത് ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇഷ്ടമുള്ള 2 വകുപ്പാണെന്ന് പഞ്ചായത്തും അതേപോലെ റവന്യൂ. നാട്ടിൽ തന്നെ കിട്ടുകയും ചെയ്യുമല്ലോ. ഇനി VFA ആദ്യ റാങ്ക് ലിസ്റ്റ് ഞാൻ പറഞ്ഞു നവംബറിൽ 2026 നവംബറിൽ വരണം അല്ലേ. അതായത് 2023 നവംബർ ആണ് റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പോൾ 2026 നവംബർ 13 പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. ഓക്കെ, അപ്പോൾ നോക്കിയേ നിങ്ങൾ, നവംബറിൽ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ഏകദേശം ഒരു ഓഗസ്റ്റ് മാസത്തിലെങ്കിലും വേണ്ടേ അല്ലേ. ഓഗസ്റ്റ് വന്നാൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഒരു 3 മാസത്തെ ഗ്യാപ്പ് കിട്ടും അവർക്ക് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ. ഓഗസ്റ്റിൽ വരണം. ഓഗസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റ് വരണമെങ്കിൽ എക്സാം ഒരു 3 മാസം മുമ്പ് നടത്തണ്ടേ. മെയ്യിൽ നടത്തേണ്ടി വരും. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, മെയ്യിൽ നടത്തേണ്ടി വരും. ദെൻ മെയ്യിൽ മെയിൻ എക്സാം നടത്തണമെങ്കിൽ പ്രിലിംസ് എപ്പോൾ നടത്തേണ്ടി വരും? ഒരു 3-4 മാസം മുന്നേ നടത്തണ്ടേ. മെയ്യിൽ നടത്തണമെങ്കിൽ ജനുവരിയിൽ നടത്തേണ്ടി വരും. അപ്പോൾ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ജനുവരിയിൽ പ്രിലിംസ് നടത്താൻ പറ്റുമോ? ഇല്ല. എന്തായാലും ഒരു 4 മാസമെങ്കിലും ഗ്യാപ്പ് നിങ്ങൾക്ക് വേണ്ടേ. അതുകൊണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് ഇത്തവണ പ്രിലിംസ് ഉണ്ടാവാനുള്ള സാധ്യത വിദൂരമാണ്. അവർക്ക് നടത്താനുള്ളൊരു സമയമില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് വരണ്ട എന്നങ്ങ് തീരുമാനിച്ചേക്കണം. എന്നിട്ട് കുറച്ച് നീട്ടി പോകേണ്ടി വരും. അതല്ല എങ്കിൽ പ്രിലിംസ് ഒഴിവായി ഒറ്റ പരീക്ഷയായിട്ട് നടക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഒറ്റ പരീക്ഷയാണെങ്കിൽ മെയിൻസ് എക്സാമിൻ്റെ ടൈമിൽ അല്ലേ, അതായത് ഇത്തിരി അങ്ങോട്ടേക്ക് നീങ്ങിയിട്ട് അല്ലേ, ഈ ഒരു മെയ്യിൽ നിന്ന് ഇത്തിരി അങ്ങോട്ട് മാറി മെയ്, ജൂൺ, ജൂലൈ ആ ഒരു മാസങ്ങളിൽ ഒറ്റ എക്സാമായിട്ട് നടത്താനായിരിക്കും സാധ്യത. ഓക്കെ, യെസ്, പ്രധാനമായിട്ടും മെയ് മുതൽ അങ്ങോട്ടേക്ക് എപ്പോഴും പ്രതീക്ഷിക്കണം. അപ്പോൾ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആകെ 5 മാസമാണ് പ്രിപ്പറേഷൻ കിട്ടുക. അതുകൊണ്ട് ഇപ്പോഴേ ഇറങ്ങിത്തിരിക്കുക, പഠിക്കുക. ഇനി ബെഫ്കോ LDCയുടേതാണെങ്കിലോ 6/2/24 നിലവിൽ വരേണ്ടത്. അത്യാവശ്യം സമയമുണ്ട്. 2024 ഫെബ്രുവരി 6 വന്നാൽ മതി റാങ്ക് ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് അപ്പോൾ നവംബർ, ഡിസംബറിൽ ഷോർട്ട് ലിസ്റ്റ് വരണം. മെയിൻ എക്സാം ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ നടത്തേണ്ടി വരും. പ്രിലിംസ് എക്സാം മാർച്ച്, ഏപ്രിൽ നടത്തേണ്ടി വരും. പക്ഷേ ഇലക്ഷൻ്റെ ഒക്കെ കൊണ്ട് മെയ്യിലേക്ക് പോയേക്കാം. ഓക്കെ, നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ വന്നാൽ മെയ്യിൽ എക്സാം നടത്തുന്ന തടസ്സമുണ്ടോ? ഇല്ല. ഏകദേശം സമയമുണ്ട്, 4-5 മാസത്തെ സമയമുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇതിന് പ്രിലിംസ് നടത്തുന്ന ഒരു തടസ്സമില്ല.
ഇതിന് പ്രിലിംസ് വേണ്ടിയും വരും. കാരണം എന്താ, ബെബ്കോ LDC സ്റ്റേറ്റ് വൈഡ് ആണ്, അപേക്ഷകർ കൂടുതലുണ്ടാവും. സ്വാഭാവികമായിട്ടും എന്താണ്, കൂടുതൽ അപേക്ഷകരുള്ളത് കൊണ്ട് ഇതിനൊരു പ്രിലിംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ഇത്തവണ VFAക്ക് പ്രിലിംസ് ഇല്ലാതാവാനും ബെബ്കോ LDCക്ക് പ്രിലിംസ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് എനിക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ സ്ഥിതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ബാക്കിയുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ എന്തായാലും രണ്ടിൻ്റെതും ഡിസംബറിൽ വരും. നമുക്കൊരു 5 മാസമാണ് ആകെ ഏതിനായാലും പഠനത്തിന് കിട്ടുന്നത്, വെറും 5 മാസം മാത്രമാണ്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കണം. ഒരു സർക്കാർ ജോലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത് കമ്പനി ബോർഡ് LGS 7ാം ക്ലാസ് യോഗ്യത മേലോട്ടുള്ള ആർക്കും അപ്ലൈ ചെയ്യാം, അത് കിടക്കുന്നുണ്ട്. ഡിഗ്രി ലെവൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് പോലെയുള്ള സാധനങ്ങൾ കിടക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി വരാനിരിക്കുന്നു, കമ്പനി ബോർഡ് വന്നിട്ടുണ്ട്. അതിനിടയിൽ ഫോഴ്സ് തസ്തികകൾ ഡിസംബറിൽ പോലീസും അങ്ങനെയുള്ള തസ്തികകൾ വരും. ഫോഴ്സിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കും. SI പോലെയുള്ളത് വന്നു അല്ലേ, അതേപോലെ SBCID മുമ്പ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെയുള്ള കുറേ പരീക്ഷകളുണ്ട്. എല്ലാത്തിനും കൂടി അങ്ങ് ഇറങ്ങിത്തിരിക്കുക. ഇനി നിങ്ങൾക്ക് അതൊന്നും പറ്റില്ല, 10th ലെവലേ പറ്റുള്ളൂ, അങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഇറങ്ങിത്തിരിക്കുക. ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചാൽ ഈ പരീക്ഷകൾ മികച്ച പ്രകടനത്തോടെ നല്ല റാങ്ക് ഉറപ്പിക്കാൻ പറ്റും. ഇനി അഥവാ ഇത്തിരി ഒന്ന് പിറകിലോട്ടായി പോയി കഴിഞ്ഞാൽ അതേ ലെവലിൽ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത LDCൻ്റെ നോട്ടിഫിക്കേഷൻ വരും. എല്ലാവരും കാത്തിരിക്കുന്ന 10th ലെവൽ പരീക്ഷ എന്ന് പറയുന്നത് അതാണ്. അതിൽ മികച്ച റാങ്കോട് കൂടി അതങ്ങ് നേടാൻ പറ്റും. അങ്ങനെ ശ്രമിച്ചാൽ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി മുന്നോട്ടേക്കുള്ള ലക്ഷ്യം വെച്ചിട്ട് അത്രയും കാലം നന്നായിട്ട് പഠിക്കും എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഇറങ്ങുന്നവർക്കുള്ളതാണ് സർക്കാർ ജോലി. ഓക്കെ, ഇന്നിറങ്ങി നാളെ ഇതും കൊണ്ട് അങ്ങോട്ട് പോകാം എന്നും വിചാരിച്ചിട്ട് എവിടെന്നെങ്കിലും മോട്ടിവേഷനും കേട്ട് ഇറങ്ങി തിരിച്ചിട്ട് ഒരു കാര്യമില്ല. നന്നായിട്ട് പണിയെടുക്കണം, ഇഷ്ടംപോലെ ക്ഷമ വേണം, ക്ഷമിച്ച് കാത്തിരിക്കണം. വെറുതെ കാത്തിരുന്നാൽ പോരാ, വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് തന്നെ ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം അല്ലേ, സ്ഥിരോത്സാഹത്തോടെ ഹാർഡ് വർക്ക് ചെയ്യണം. പ്ലസ് ആ ഹാർഡ് വർക്ക് ചെയ്ത് ഉള്ളിലേക്ക് കണ്ടന്റ് കയറുന്ന സമയത്ത് തന്നെ നമ്മൾ ഓരോ പരീക്ഷകൾ എഴുതി പോകുന്ന സമയത്ത് അറിയാത്ത ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്ത് ശീലിക്കണം, ലോജിക്കൽ കറക്കിക്കുത്ത് നടത്തണം. അങ്ങനെ പരീക്ഷാ ഹാളിൽ സ്മാർട്ട് വർക്ക് ചെയ്യാനുള്ള പരിചയം ആക്കിയെടുക്കണം. അതായത് ഇതിങ്ങനെ നടക്കുന്ന ഓരോ ഞാനിവിടെ എല്ലാ ബാച്ചുകൾ പണ്ട് തൊട്ടേ ഗോൾഡ് ബാച്ചുകൾ ചെയ്യിക്കുന്നതാണ്. നമ്മുടെ ഓരോ ടോപ്പിക് വൈസ് എക്സാമിൻ്റെയും ആ ഒരു പരീക്ഷ ചെയ്യുന്ന സമയത്ത് അതിൽ അറിയാത്ത ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറയും. തെറ്റിക്കോട്ടെ, തെറ്റണം, തെറ്റിൻ്റെ എണ്ണം കുറഞ്ഞ് ശരിയുടെ എണ്ണം കൂടി വരും. അങ്ങനെ കൂടി വന്ന് തെറ്റുകൾ ചെയ്യാനുള്ള ഒരു ധൈര്യം ആദ്യം ഉണ്ടായി ആ തെറ്റുകളിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിച്ച് ആ തെറ്റുകൾ ചെയ്യാനുള്ള ആ ഒരു ധൈര്യത്തോടു കൂടി പരീക്ഷയിലേക്ക് പോകണം. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. അല്ലാതെ കണ്ടന്റ് ഫുള്ളായി കഴിഞ്ഞിട്ട് കറക്കി കുത്താമെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞാൽ ആ കറക്കി കുത്ത് നടക്കും, പക്ഷേ അവിടെ നിങ്ങൾക്ക് എന്തിൻ്റെ അപര്യാപ്തത ഉണ്ടാവും? അനുഭവ സമ്പത്തിൻ്റെ കുറവുണ്ടാവും, ഇത് ചെയ്തുള്ള പരിശീലനത്തിൻ്റെ കുറവുണ്ടാവും. ഇത് രണ്ടും ഉണ്ടെങ്കിലേ അത് ഏറ്റവും പെർഫെക്ഷനോട് കൂടി ചെയ്യാൻ പറ്റൂ. ഞാനൊക്കെ ആദ്യ റാങ്കുകൾ നേടിയത് ആ രീതിയിലാണ്. അതായത് പല പരീക്ഷകളിലും, ഇപ്പോൾ ഒരു പരീക്ഷയിൽ ഞാൻ ഒരു 75 മാർക്ക് വാങ്ങി ഒരു 10നുള്ളിൽ കയറിയെന്ന് വിചാരിക്കുക, 10ാം റാങ്കിനുള്ളിൽ കയറിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അവിടെ എനിക്ക് ആ പരീക്ഷയിൽ അറിയുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ ഒരു 60ഓ 65ഓ മാത്രമേ ഡയറക്റ്റ് അറിയുന്നത് ഉണ്ടാവുള്ളൂ. ബാക്കി എനിക്ക് എവിടെ നിന്ന് കിട്ടിയ ലോജിക്കൽ ഗസ്സിലൂടെ കിട്ടുന്നതാ. ഞാനത് 75ലേക്ക് എത്തിക്കുന്ന, എനിക്ക് അറിയുന്നത് മാത്രം എഴുതിയാൽ മതി എന്ന് വിചാരിച്ച് ഞാനങ്ങ് പോയിരുന്നെങ്കിൽ 60 മാർക്കും വാങ്ങിയിട്ട് ആ പരീക്ഷയുടെ കട്ട് ഓഫ് ചിലപ്പോൾ 65ഓ മറ്റാനായിരിക്കും. ഞാൻ ചിലപ്പോൾ എന്തായിരിക്കും, ഔട്ടായിരിക്കും. അല്ലെങ്കിൽ 60 തന്നെയാണെന്ന് വിചാരിക്കുക, ലിസ്റ്റിൻ്റെ ഏറ്റവും പിറകിലായിരിക്കും അല്ലേ. അവിടെ നിന്ന് ആദ്യ റാങ്കുകളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ രീതിയിൽ മാർക്ക് നേടിയിട്ടാണ്. 10ഓ 15ഓ മാർക്ക് നമ്മൾ ആ രീതിയിൽ കരസ്ഥമാക്കും. അതിന് എന്ത് വേണം? നമ്മളെ ഉള്ളിൽ ഇഷ്ടംപോലെ കണ്ടന്റ് വേണം. ആ കണ്ടന്റ് വേണം, അത് ഉപയോഗിച്ചിട്ട് കറക്കി കുത്താനുള്ള ധൈര്യവും വേണം. ലോജിക്കൽ ഗസ് അല്ലെ, അങ്ങനെയുള്ള വീഡിയോകൾ ഞാൻ മുമ്പ് കുറേ ചെയ്തിട്ടുണ്ട്. 2018-19 കാലഘട്ടത്തിൽ യൂട്യൂബിൽ വന്ന മുതൽ എത്രയോ വീഡിയോകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ലോജിക്കൽ കറക്കി കുത്തുന്നോ അല്ലെങ്കിൽ PSCയിൽ എങ്ങനെ കറക്കി കുത്താം എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള വീഡിയോസ് എൻ്റെ കാണാം. റാങ്ക് മേക്കർ PSC ടിപ്സ് എന്നുള്ള ചാനലും കാണാം, എൻട്രിയുടെ യൂട്യൂബ് ചാനലും കാണാം. അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെയും ചെയ്ത് ശീലിക്കുക, ഇറങ്ങിത്തിരിക്കുക, നന്നായിട്ട് സിലബസ് കവർ ചെയ്ത് തീർക്കുക, റിവിഷൻ ചെയ്യുക, മാക്സിമം എക്സാമുകൾ ചെയ്യുക. ഇത് തന്നെയാണ് വിജയ ഫോർമുല. എല്ലാവർക്കും ആശംസകൾ. ബൈ.